എല്ലാവർക്കും നമസ്കാരം. ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യുന്ന എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമല്ല, ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് ചില മിസ്റ്റേക്കുകൾ നിരന്തരമായിട്ട് ആളുകൾ ചെയ്തു വരുന്നുണ്ട്. ഈ മിസ്റ്റേക്കിനെ കുറിച്ചിട്ടാണ് കൃത്യമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യം കൃത്യമായിട്ട് കേൾക്കുക, മനസ്സിലാക്കുക. ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു മിസ്റ്റേക്ക് നിരന്തരമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ചില വ്യക്തികൾക്ക് കൃത്യമായിട്ട് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് റിസൾട്ട് ലഭിക്കാത്തത്. വെയിറ്റ് ലോസ് ആണെങ്കിലും വെയിറ്റ് ഗെയിൻ ആണെങ്കിലും വെയിറ്റ് മെയിൻ്റെനൻസ് ആണെങ്കിലും കൃത്യമായിട്ട് റിസൾട്ട് ലഭിക്കാത്ത ഈ ഒരു മിസ്റ്റേക്ക് നിരന്തരം ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. ഈ ഒരു മിസ്റ്റേക്ക് എന്താണെന്നും ഈ ഒരു മിസ്റ്റേക്ക് നിരന്തരമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ന്യൂട്രീഷൻ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുന്നത്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് സംസാരിക്കുന്നത്. നമ്മുടെ ചാനലിലെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് വ്യക്തികൾ നേരിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. മിക്ക ആളുകളും ചോദിക്കുന്ന ഒരു സംശയം, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തിട്ട് പോലും വെയിറ്റ് ലോസ് ആവുന്നില്ല, വെയിറ്റ് ഗെയിൻ ആവുന്നില്ല, അതിൽ വെയിറ്റ് മെയിൻ്റെനൻസ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് മിക്ക ആളുകളും ചോദിക്കുന്ന സംശയമാണ്. ഇതുപോലുള്ള വ്യക്തികളുമായിട്ട് സംസാരിച്ച് ഓരോ കാര്യങ്ങളും ചോദിച്ചറിയുമ്പോഴാണ് തുടക്കത്തിലെ പറഞ്ഞ പോലെ ഈ ഒരു മിസ്റ്റേക്ക് നിരന്തരമായിട്ട് അവർ ചെയ്തു വരുന്നതായിട്ട് കണ്ടുവരുന്നത്. ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് അവർക്ക് പ്രോപ്പർ റിസൾട്ട് ലഭിക്കാത്തത്. എല്ലാ കാര്യങ്ങളും കൃത്യമാണെന്ന് അവർ പറഞ്ഞാൽ പോലും പക്ഷെ നമ്മൾ ചോദിച്ചു വരുമ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ കൃത്യമായിരിക്കത്തില്ല. അതിൽ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നതിൻ്റെ രീതികൾ. ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്ന രീതിയാണ് മിക്ക ആളുകൾക്കും ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് റിസൾട്ട് ലഭിക്കാത്തതിന് മെയിൻ കാരണം. എല്ലാ വ്യക്തികളും പറയും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടാണ് ചെയ്യുന്നത്, പക്ഷേ അവരാരും തന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. കോച്ച് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എല്ലാ വ്യക്തികളും ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്ന സമയത്ത് ചെയ്യുന്നത്. എല്ലാ വ്യക്തികളും അടച്ചാക്ഷേപിച്ച് പറയുന്നില്ല, എന്നാൽ പോലും ചില ആളുകൾ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്ന സമയത്ത് കോച്ച് പറയുന്നത് കേൾക്കാതെ അവർ പറയുന്നതിന് വിപരീതമായി ചെയ്തിട്ട് റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞ് പരാതിയായിട്ട് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കൃത്യമായിട്ട് നിങ്ങളുടെ കോച്ച് എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ തന്നെ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിക്കുക. കൃത്യമായിട്ട് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചാൽ മാത്രമാണ് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ. ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് ഏത് പ്രോഗ്രാം ചെയ്താലും റിസൾട്ട് ലഭിക്കണമെങ്കിൽ കൃത്യമായിട്ട് കോച്ച് പറഞ്ഞിരിക്കുക ചെയ്യേണ്ടതായിട്ടുണ്ട്. ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുമ്പോൾ ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് വെയിറ്റ് ലോസ്, വെയിറ്റ് ഗെയിൻ, വെയിറ്റ് മെയിൻ്റെനൻസ്, ഈ ഓരോ പ്രോഗ്രാം ചെയ്യുമ്പോഴും ഓരോ തരത്തിലാണ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യേണ്ടത്. എക്സ്പെഷ്യലി പറയുവാണെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് 2 വട്ടമാണ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യേണ്ടത്. രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ഡിന്നറിനും ന്യൂട്രീഷൻ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഈ സമയത്ത് കൃത്യമായി ന്യൂട്രീഷൻ എടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് റിസൾട്ട് ലഭിക്കത്തുള്ളൂ, കാലറി മാനേജ് ആവത്തുള്ളൂ, അതുപോലെ നമ്മുടെ ശരീരത്തിൽ വേണ്ട ന്യൂട്രീഷൻ എല്ലാം ലഭിക്കത്തുള്ളൂ, കൃത്യമായിട്ട് നമ്മുടെ ഫോളോ അപ്പ് നടക്കത്തുള്ളൂ. രാവിലെയും വൈകുന്നേരം ന്യൂട്രീഷൻ മാത്രം എടുത്താൽ പോരാ, അതിനോടനുബന്ധമായിട്ട് ഫോളോ അപ്പ്, ഡയറ്റ്, വാട്ടർ ഇൻടേക്ക്, അതുപോലെ തന്നെ കോച്ചുമായുള്ള കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ വർക്കൗട്ട്, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വരണം. ഇതോടൊപ്പം തന്നെ കൃത്യമായിട്ട് എത്ര സമയത്താണ് ന്യൂട്രീഷൻ എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ആ സമയം കൃത്യമായിട്ട് പാലിച്ച് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്താൽ മാത്രമാണ് റിസൾട്ട് ലഭിക്കത്തുള്ളൂ. വെയിറ്റ് ലോസ് ചെയ്യുന്ന വ്യക്തികളാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഇല്ല എന്ന പരാതിയായിട്ട് വരുന്നത്. അവരോട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ അവർ ചെയ്യുന്ന മിസ്റ്റേക്ക്, രാവിലെ മാത്രമായിരിക്കും ന്യൂട്രീഷൻ എടുക്കുന്നത്, വൈകുന്നേരം ന്യൂട്രീഷൻ എടുക്കത്തില്ല. വൈകുന്നേരം ന്യൂട്രീഷൻ എടുക്കാൻ കോച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ ഇഷ്ടപ്രകാരം വേറെ എന്തെങ്കിലും ഭക്ഷണമായിരിക്കും കഴിക്കുന്നത്. ചില ആളുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ചില ആളുകൾ പട്ടിണി നടക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, കൃത്യമായിട്ട് 2 ടൈം ന്യൂട്രീഷൻ എടുത്താൽ മാത്രമാണ് നിങ്ങളുടെ ശരീരം പ്രോപ്പറായിട്ട് നല്ല രീതിക്ക് മുന്നോട്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതല്ലാതെ പട്ടിണി നടന്നിട്ട് വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്താൽ മാത്രം മതിയാവും. ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചുള്ള വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് ആണ്. അവിടെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം പട്ടിണി നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കത്തില്ല. നിങ്ങളുടെ ശരീരത്തിന് എത്രയാണോ BMR വേണ്ടത് ആ ഡെയിലി ബേസിൽ അളവിലുള്ള BMR നിങ്ങളുടെ ശരീരത്തിലോട്ട് വന്നാൽ മാത്രമാണ് കൃത്യമായിട്ട് കാലറി ഡെഫിസിറ്റ് നടക്കത്തുള്ളൂ. കൃത്യമായിട്ട് കാലറി ഡെഫിസിറ്റ് നടന്ന് കൃത്യമായിട്ട് കാലറി മാനേജ്മെന്റ് നടന്നാൽ മാത്രമാണ് ഹെൽത്തി വെയിറ്റ് ലോസ് സംഭവിക്കത്തുള്ളൂ. നിങ്ങളൊരു ഹെൽത്തി വെയിറ്റ് ലോസ് ആണ് ആഗ്രഹിക്കുന്നത്, അതുപോലെ തന്നെ ഹെൽത്തി ട്രാൻസ്ഫോർമേഷൻ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കോച്ച് പറഞ്ഞ രീതിക്ക് എത്ര തവണയാണ് ന്യൂട്രീഷൻ എടുക്കാൻ പറയുന്നത് അത്രയും തവണ ന്യൂട്രീഷൻ എടുത്ത് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്താൽ മാത്രമാണ് റിസൾട്ട് ലഭിക്കത്തുള്ളൂ. അതല്ലാതെ മുന്നേ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഗ്രാം ചെയ്യാതെ തന്നെ ഇരിക്കുക. ഇനി ചില ആളുകൾ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലമാണ് 2 ടൈം എടുക്കാതെ 1 ടൈം എടുക്കുന്നത്. ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 1 ടൈം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും റിസൾട്ട് എടുക്കത്തില്ല. കൃത്യമായിട്ട് 2 മാസം എടുക്കേണ്ട പ്രോഗ്രാം ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ 4 മാസം എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ 4 മാസം ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വെയിറ്റ് ലോസ് നടക്കത്തില്ല. നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടാണ് പ്രോഡക്ട്സ് വാങ്ങുന്നതിൽ ബുദ്ധിമുട്ടെങ്കിൽ നിങ്ങളുടെ കോച്ചിനോട് പറയുക. കോച്ച് നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് ഡിസ്കൗണ്ട് രീതിയിൽ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ഓപ്ഷൻസ് എല്ലാം റെഡിയാക്കി തരുന്നതാണ്. ഇനി നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ വെയിറ്റ് ഗെയിൻ ആണ് വരുന്നത്. വെയിറ്റ് ഗെയിൻ വരുമ്പോഴും മിക്ക ആളുകളും പരാതി പറയുന്നുണ്ട്. വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ന്യൂട്രീഷൻ എടുക്കേണ്ട സമയത്ത് പ്രോപ്പറായിട്ട് എടുക്കണം. വെയിറ്റ് ലോസ് ചെയ്യുന്നത് പോലെ അത്ര എളുപ്പമല്ല വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സ്. വെയിറ്റ് ലോസിൽ നമ്മൾ 2 ടൈമാണ് ഷേക്ക് എടുക്കണമെങ്കിൽ വെയിറ്റ് ഗെയിൻ വരുമ്പോൾ നമുക്ക് 3 ടൈമാണ് ന്യൂട്രീഷൻ എടുക്കേണ്ടത്. രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ലഞ്ചിനും അതുപോലെ ഡിന്നറിനും വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന വ്യക്തികൾ ന്യൂട്രീഷൻ ഷേക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അതല്ലാതെ ഒരു നേരം മാത്രം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും വെയിറ്റ് ഗെയിൻ അവിടെ സംഭവിക്കത്തില്ല. വെയിറ്റ് ഗെയിൻ പ്രോഗ്രാം ചെയ്യുമ്പോൾ ന്യൂട്രീഷൻ കൃത്യമായിട്ട് 3 ടൈം എടുക്കണം. അതുപോലെ തന്നെ അനുബന്ധമായിട്ട് കാലറി ആഡ് ഓൺ ചെയ്യുന്ന ഭക്ഷണപദാർത്ഥങ്ങളെല്ലാം തന്നെ എടുത്താൽ മാത്രമാണ് വെയിറ്റ് ഗെയിൻ ആവത്തുള്ളൂ. വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വരുന്ന വ്യക്തികൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്ന പോലെ അത്ര എളുപ്പമല്ല വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട്.
അതുപോലെ നിങ്ങൾ കൃത്യമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് 100% ഡെഡിക്കേറ്റ് ചെയ്ത് കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറയുന്ന പ്രോഡക്റ്റ്സ് എല്ലാം വാങ്ങിച്ച് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് വെയിറ്റ് ലോസ് ആവത്തുള്ളൂ. പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ നോർമൽ ഡയറ്റും കൃത്യമായിട്ട് പാലിക്കണം. അതും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ലാതെ പ്രൊഡക്റ്റ് മാത്രം കഴിച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ സംഭവിക്കത്തില്ല. കൃത്യമായ റിസൾട്ട് ലഭിക്കണമെങ്കിൽ കൃത്യമായിട്ട് കോച്ച് പറയുന്ന പോലെ എല്ലാ കാലിനും അനുസരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല വെയിറ്റ് ഗെയിൻ റിസൾട്ട് ലഭിക്കത്തുള്ളൂ. ഇനി നെക്സ്റ്റ് വരുന്ന പ്രോഗ്രാമാണ് വെയിറ്റ് മെയിൻറ്റെയിൻ. വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ 1 ടൈം ആണ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യേണ്ടത്. 1 ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ന്യൂട്രീഷൻ ഷേക്ക് എടുക്കേണ്ടത്. ഈ ഒരു പ്രോഗ്രാം ചെയ്യേണ്ടത് നിങ്ങളുടെ ഐഡിയൽ വെയിറ്റ് റീച്ച് ആയതിനു ശേഷമാണ്. നിങ്ങൾക്ക് എത്രയാണോ വെയിറ്റ് വേണ്ടത് നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് ആ വെയിറ്റ്, അതുപോലെ തന്നെ നോർമൽ ഫാറ്റ്, നോർമൽ BMI. ഈ ഒരു പ്രോഗ്രാം ചെയ്യേണ്ടത് വെയിറ്റ് ലോസ് ചെയ്ത് നിങ്ങളുടെ ഐഡിയൽ വെയിറ്റ് റീച്ച് ചെയ്തതിന് ശേഷമാണ്. നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് എത്രയാണോ വെയിറ്റ് വേണ്ടത്, അതുപോലെ നിങ്ങളുടെ ശരീരത്തിലെ ഫാറ്റ് ലെവൽ, BMI ലെവൽ, ഇതെല്ലാം നോർമൽ എത്തി നിങ്ങളുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വെയിറ്റ് മെയിൻറ്റെയിൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് അല്ല അവിടെ സംഭവിക്കുന്നത്, വെയിറ്റ് ഗെയിനിലാണ് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ വെയിറ്റ് വേണ്ടത് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങളുടെ ഹെൽത്തിനെ റിക്കവറി ചെയ്യാനാണ് ചെയ്യുന്നത്. കൃത്യമായിട്ട് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് നിങ്ങൾ കുറച്ച് വേണേൽ നിങ്ങൾക്ക് ലൈഫ് ലോങ്ങും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. വെയിറ്റ് ലോസ് ചെയ്ത് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാതെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ പ്രൊഡക്റ്റ് സ്റ്റോപ്പ് ചെയ്ത് നെക്സ്റ്റ് നിങ്ങൾ നോർമൽ ഡയറ്റിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ വെയിറ്റ് ഗെയിൻ ആവുന്നുണ്ട്. എന്നാൽ വെയിറ്റ് ലോസ് ചെയ്ത് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളുടെ വെയിറ്റ് ഐഡിയയിലായിരിക്കണം, അതുപോലെ നിങ്ങളുടെ ഫാറ്റ് ഐഡിയയിലായിരിക്കണം, നിങ്ങളുടെ BMI ഐഡിയയിലായിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം കൃത്യമാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് വെയിറ്റ് മെയിൻറ്റെയിനിങ് പ്രോഗ്രാം. ഇതുപോലെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് രാവിലെ 1 ടൈം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ന്യൂട്രീഷൻ ബ്രേക്ക്ഫാസ്റ്റും, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നോർമൽ ലഞ്ചും, വൈകിട്ട് നിങ്ങളുടെ ഫാറ്റ് ലെവലും BMI ലെവലും നോക്കിയതിന് ശേഷമാണ് ഡയറ്റ് ചാർട്ട് ചെയ്ത് തരുന്നത്. അല്ലാതെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം മാത്രമല്ല അവിടെ ഫുഡ് കഴിക്കുന്നത്. നിങ്ങളുടെ കോച്ചിനോട് കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇരിക്കുകയാണെങ്കിൽ കോച്ച് നിങ്ങളെ മോണിറ്റർ ചെയ്ത് കോച്ച് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. ആ കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക. നമ്മുടെ നോർമൽ വെയിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോഗ്രാമാണ് വെയിറ്റ് മെയിൻറ്റെയിനിങ്. അത് തന്നെയാണ് നമ്മൾ 1 ടൈം മാത്രം ന്യൂട്രീഷൻ എടുക്കുന്നത്. പക്ഷേ വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുന്ന മിക്ക ആളുകളും 1 ടൈം ആണ് ന്യൂട്രീഷൻ എടുക്കുന്നത്. 1 ടൈം ന്യൂട്രീഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും വെയിറ്റ് ലോസ് സംഭവിക്കത്തില്ല. ഈ പറഞ്ഞതുപോലെ തന്നെ വെയിറ്റ് മെയിൻറ്റെയിൻസ് ആണ് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് തുടക്കത്തിൽ ചിലപ്പോൾ 1 കിലോയോ 2 കിലോയോ 3 കിലോയോ 4 കിലോയോ കുറഞ്ഞിട്ടായിരിക്കും. അത് നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ പെട്ടെന്ന് ഷഫിൾ ചെയ്യുമ്പോൾ നോക്കുന്നുണ്ടാകുന്ന റിസൾട്ടാണ്, അതിൽ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു ക്ലീനിങ് ആണ്. അതിനുശേഷം നിങ്ങൾക്ക് ഒരിക്കലും വെയിറ്റ് കുറയത്തില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുക. വെയിറ്റ് ലോസ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ 2 ടൈം ഷേക്ക്, 1 ടൈം നോർമൽ ഫുഡ്, അതുപോലെ തന്നെ വെയിറ്റ് മെയിൻറ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ടൈം ന്യൂട്രീഷൻ ഷേക്ക്, ഉച്ചയ്ക്കും അതുപോലെ തന്നെ ഡിന്നറിനും നോർമൽ ഫുഡാണ് കഴിക്കേണ്ടത്. നിങ്ങൾ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫോളോ അപ്പ് ഒരിക്കലും വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ചെയ്യാതിരിക്കുക. കൃത്യമായിട്ട് കോച്ച് പറയുന്ന പോലെ എത്ര ടൈമാണ് ന്യൂട്രീഷൻ എടുക്കുന്നത് അത്രയും ടൈം ന്യൂട്രീഷൻ എടുത്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് വെയിറ്റ് ലോസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് ഏത് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ കോച്ച് പറയുന്നതിന് വിപരീതമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കത്തില്ല. അതുകൂടാതെ നിങ്ങൾ മുടക്കുന്ന പണം നിങ്ങൾക്ക് ഒരിക്കലും ഉപയോഗമായിട്ട് വരത്തില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് കോച്ച് പറയുന്ന പോലെ കൃത്യമായിട്ട് ചെയ്തു പോകുക. ഈ പറഞ്ഞ മിസ്റ്റേക്കുകളൊക്കെ വളരെ കോമൺ ആയിട്ട് ഓരോ വ്യക്തികൾ പരാതികളായിട്ട് വരുന്നുണ്ട്. അവർ പറയുന്ന എല്ലാ കാലം കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ്, എന്നിട്ട് റിസൾട്ട് ലഭിക്കുന്നില്ല എന്നുള്ളത്. നമ്മൾ ഏത് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാലും കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് ലഭിക്കും. കാരണം ഹെർബാലൈഫ് ന്യൂട്രീഷൻ അത്രയും പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതിലാണ് മിസ്റ്റേക്ക് ഇരിക്കുന്നത്. നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുക, കൃത്യമായിട്ട് നമുക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ്. അതല്ലാതെ ഒരാൾക്ക് റിസൾട്ട് ലഭിക്കും വേറൊരാൾക്ക് റിസൾട്ട് ലഭിക്കത്തില്ല, അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല. എല്ലാവർക്കും ഉപയോഗിക്കുന്ന രീതിയിൽ എല്ലാവർക്കും വേണ്ട രീതിയിലാണ് കമ്പനി പ്രൊഡക്റ്റുകൾ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ മാനുഫാക്ചർ നമുക്ക് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. കോച്ചുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, കോച്ചിന് പ്രൊഡക്റ്റ് വാങ്ങി കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോവുക. ഈ പറഞ്ഞ മിസ്റ്റേക്കുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ തിരുത്തുക. കൃത്യമായിട്ട് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നല്ല റിസൾട്ട് എടുക്കുക. അതല്ലാതെ മിസ്റ്റേക്കുകൾ മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ മുടക്കുന്ന ക്യാഷ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് നല്ല രീതിക്ക് പ്രോഗ്രാം ചെയ്ത് നല്ല റിസൾട്ട് ഹെൽത്തിനെ റിക്കവർ ചെയ്ത് നല്ല ആരോഗ്യത്തിന് മുന്നോട്ട് ട്രാവൽ ചെയ്യുക. ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, തീർച്ചയായും റിപ്ലൈ ആയിരിക്കും. ഹെർബാലൈഫുമായി ബന്ധപ്പെട്ടോ ഹെർബാലൈഫ് പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ടോ ഹെർബാലൈഫ് ഫോളോ പോയി സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, തീർച്ചയായും റിപ്ലൈ ആയിരിക്കും. ഇത്രമാത്രമാണ് ഈ ചെറിയ വീഡിയോയിൽ പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, തീർച്ചയായും റിപ്ലൈ ആയിരിക്കും. അടുത്തൊരു വീഡിയോ കൊണ്ടുവരാനാണ്. എല്ലാവരും ഹാപ്പിയായി ഹെൽത്തിയായി മുന്നോട്ട് ട്രാവൽ ചെയ്യുക. താങ്ക് യു.